റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് റേഡിയോ ടെസ്ബിയിൽ ഒരു കഥയുമായി നമ്മോടൊപ്പമുള്ളത് 9C ടിനു ആൻ്റണിയാണ്. ടിനുവിൻ്റെ കഥ നമുക്ക് ശ്രവിക്കാം. റേഡിയോ ടെസ്ബി, അറിവിനൊപ്പം കൂട്ടും കൂടാം. വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന പാടങ്ങൾ, ഒറ്റനോട്ടത്തിൽ സ്വർണ്ണമാണെന്ന് തോന്നും. അങ്ങുമിങ്ങും തലയെടുപ്പോടെ നിൽക്കുന്ന തെങ്ങുകൾ എല്ലാം ആകാശത്ത് മുട്ടി നിൽക്കുന്നു. ഇഷ്ടാനുസരണം മേഞ്ഞ് നടന്ന് അലറി വിളിക്കുന്ന പൈക്കിടങ്ങൾ എല്ലാം തനിക്ക് സുപരിചിതമായ കാഴ്ചകൾ. പെട്ടെന്ന് വലതു കൈപ്പത്തിയിൽ എന്തോ പെട്ടെന്നൊരു തരിപ്പ്. അയാൾ ഞെട്ടി ഉണർന്നു. ചുറ്റിലും നോക്കി. വീണ്ടും കയ്യിലെന്തോ വീണ പോലെ അയാൾ മുകളിലേക്ക് നോക്കി. മുത്തുകൾ പോലെ താഴേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ ആയിരുന്നു. ബാംഗ്ലൂർ എന്ന തിരക്കേറിയ നഗരത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് അയാൾക്ക് ശ്വാസം മുട്ടി. കലണ്ടറിൽ ഇന്ന് ചുവന്ന അക്കമാണ്. ഉച്ചയൂണിന് ശേഷം മയങ്ങുകയായിരുന്ന അയാൾ കണ്ട സുന്ദര സ്വപ്നം ചെറിയ ജലകണികൾ തല്ലിക്കെടുത്തി. സ്വപ്നം മറ്റൊന്നുമായിരുന്നില്ല, അയാൾ പിറന്നു വീണ മണ്ണ് തന്നെയായിരുന്നു. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഒരു ജോലിക്കായാണ് അവിടേക്ക് വന്നത്. ജോലിയൊക്കെ കിട്ടി. പക്ഷേ തൻ്റെ ജന്മഭൂമിയെ അയാൾ വല്ലാതെ കൊതിച്ചു. ഒരിക്കലെങ്കിലും അവിടേക്ക് പോകണം എന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളോ സമയമോ ഒന്നും അനുകൂലമായിരുന്നില്ല. ചിന്തകളെ വല്ലപാടും വിട്ട് അയാൾ ബാൽക്കണിയിൽ നടന്നു. സൂര്യൻ അതിൻ്റെ ഉച്ചയിലെത്തി നിൽക്കുന്നു. ഈ നഗരത്തിൽ വന്നിട്ട് അടുത്ത മാസം 6 മാസമാകും. മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം ഡൽഹിയിൽ. അയാളുടെ മനസ്സ് താൻ കളിച്ചു വളർന്ന നാടിനോടായിരുന്നു പ്രിയം. പാടത്തും പറമ്പത്തും കളിച്ചു നടന്നതും മനോഹരമായ വായനശാലയും ക്ഷേത്രത്തിലെ ഉത്സവവും രാക്കുളി പെരുന്നാളും എല്ലാം അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. തന്നെ അവിടേക്ക് ആരോ വിളിക്കുന്നത് പോലെ. പക്ഷേ നാളെ ഓഫീസ് പ്രവൃത്തി ദിനമാണ്. കൂടാതെ ആദ്യത്തെ 6 മാസം ലീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആഗ്രഹത്തിന് കടിഞ്ഞാണിട്ട് പിടിക്കാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ ദിവസം തോറും അയാളെ തലട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് പോകാൻ തീരുമാനിച്ചു. അതിനായി അടുത്ത ദിവസത്തെ തീവണ്ടി തന്നെ ബുക്ക് ചെയ്തു. രാത്രിയിൽ അതിനെ ഓർത്ത് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം നാട് കാണാനുള്ള ആകാംക്ഷയായിരുന്നു മനസ്സ് മുഴുവൻ. രാവിലെ 6-നായിരുന്നു ട്രെയിൻ. സ്റ്റേഷനിൽ ചെന്ന് 10 മിനിറ്റിനകം വണ്ടി വന്നു കയറിയിരുന്നു. യാത്രയ്ക്ക് വളരെ ദൂരമുള്ളതുപോലെ. ശരവേഗത്തിൽ മണിക്കൂറുകൾ കൊഴിഞ്ഞു പോകുന്നു. എന്നിട്ടും വണ്ടി എവിടെയും എത്താത്തതുപോലെ. ഇപ്പോഴും തൻ്റെ വീടും സ്ഥലങ്ങളും കാണുമോ, എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ അയാൾ കാടുകയറി ചിന്തിച്ചു. കാരണം നഗരവൽക്കരണത്തെക്കുറിച്ച് അയാൾ കേട്ടിരുന്നു. ഇതിനിടയ്ക്ക് അയാളുടെ സ്റ്റേഷൻ എത്തി. ട്രെയിൻ വലിയ ശബ്ദത്തോടെ നിന്നു. അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. സ്ഥലം പറഞ്ഞ് ഓട്ടോയിൽ കയറിയിരുന്ന് വീണ്ടും ചിന്തകളിലേക്ക് ആണ്ടു. പറഞ്ഞ സ്ഥലത്ത് ഓട്ടോ നിന്നു. അയാൾ പുറത്തേക്ക് ഇറങ്ങി. അയാൾക്ക് വിശ്വസിക്കാനായില്ല. പച്ചപ്പോ പാടങ്ങളോ ഇല്ലാത്ത ഒരു മരുഭൂമി പോലെ അയാൾക്കത് തോന്നി. ഫ്ലാറ്റുകളും റോഡുകളും മാത്രം. അയാൾ തികച്ചും അന്യനായി ജന്മഭൂമിക്ക്. ഒരു വിറയലോടെ അയാൾ തിരിച്ചു നടന്നു.